ഓക്കെ തുടങ്ങിക്കോ. ഓക്കെ. ഇനി എന്താ പറയാനുള്ളത്, സിക്കിൾ സെൽ അനീമിയ. അപ്പൊ സിക്കിൾ സെൽ അനീമിയ പറഞ്ഞാൽ എന്താ, HB പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ പ്രൊഡ്യൂസ് ചെയ്യണ പ്രൊഡക്റ്റിൽ പ്രശ്നമുണ്ട്. അപ്പൊ അതാണ് സിക്കിൾ സെൽ അനീമിയ. അപ്പൊ സിക്കിൾ സെൽ അനീമിയയിൽ എന്താ ഉണ്ടാവുന്നത്? അപ്പൊ 6th പൊസിഷനിലെ ബീറ്റ ചെയിനിന്റെ 6th പൊസിഷനിൽ എന്താവും, ഗ്ലൂട്ടമേറ്റിന് പകരം വാലിൻ വരാം. അപ്പൊ അതാണ് സിക്കിൾ സെൽ അനീമിയയിൽ ഉണ്ടാവുന്നത്. അപ്പൊ സിക്കിൾ സെൽ അനീമിയയിൽ കാണുന്ന RBC നമ്മൾ HBS എന്ന് പറയും. ഓക്കെ. അപ്പൊ സിക്കിൾ സെല്ല് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് അപ്പൊ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സിക്കിൾ സെൽ ട്രേറ്റ് ഉണ്ട്, മറ്റേത് സിക്കിൾ സെൽ അനീമിയ. അപ്പൊ സിക്കിൾ സെൽ ട്രേറ്റിൽ എന്ന് പറഞ്ഞാല് എന്താ മീൻസ് ഒന്ന് മാത്രമേ, ബീറ്റ എസ് ആണെങ്കിൽ ആ ബീറ്റ എസ് മാത്രം ഒന്ന് 2 ബാലൻസിനും ഇൻഹെറിറ്റ് ചെയ്യുന്നില്ല, എന്നുവെച്ചാൽ റെസിസീവ് ആണ്. അപ്പൊ അതാണ് സിക്കിൾ സെൽ ട്രേറ്റ്. എന്നുവെച്ചാൽ ബീറ്റ ഒന്ന് മാത്രമേ ബീറ്റ എസ് ഉള്ളൂ. 2 ബീറ്റ എസ് വന്നാലല്ലേ എന്തുണ്ടാവുള്ളൂ, സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുള്ളൂ. അപ്പൊ റെസിസീവ് ആയിട്ടുള്ളതിനാണ് നമ്മൾ സിക്കിൾ സെൽ ട്രേറ്റ് എന്ന് പറയാം. അപ്പൊ ഈ സിക്കിൾ സെൽ ട്രേറ്റിന് എപ്പൊ മാത്രമേ സിക്കിൾ സെൽസ് സിക്കിൾ സെൽ അനീമിയ അതൊരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഭയങ്കര സിവിയർ ആയിട്ട് ഹൈപ്പോക്സിയ വരുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, സിക്കിൾ സെൽ ട്രേറ്റ് ഉള്ള ഒരാൾക്ക് എന്തുള്ളൂ, സിക്കിൾ സെൽസ് നമുക്ക് പെരിഫറിയിൽ കാണാൻ പറ്റുള്ളൂ. ഇനി സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാല് രണ്ടും ബീറ്റ എസ് ആണ്, രണ്ടും ഡോമിനന്റ് ആണ്, അതൊക്കെ രണ്ടും ബീറ്റ എസ് ആണ് അതിന് കിട്ടിയതെങ്കിൽ അപ്പൊ നമ്മൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയും. അപ്പൊ ഈ സിക്കിൾ സെൽ അനീമിയന്റെ കേസിൽ എന്താ ഉണ്ടാവുക, നമ്മള് RBC ഡിയോക്സിജനേറ്റ് ചെയ്യല്ലോ, ടിഷ്യൂസിന്റെ അടുത്തുമ്പോ ഡിയോക്സിജനേറ്റ് ചെയ്യല്ലോ. അപ്പൊ ഡിയോക്സിജേഷൻ നടന്നാല് എന്തുണ്ടാവും, സിക്കിൾ സെൽസ് ഉണ്ടാവും. ഇറിവേഴ്സിബിൾ ആയിട്ട് എന്തുണ്ടാവും, ബോഡിയിൽ സിക്കിൾ സെൽ ഉണ്ടാവും. ഇനി എങ്ങനെയൊക്കെയാണ് നമുക്കിത് നമ്മൾ ലാബിൽ ലബോറട്ടറി മെത്തേഡ്സ് എന്തൊക്കെയാണ് ഡയഗ്നോസ് ചെയ്യുക? അതിൽ ഫസ്റ്റ് വൺ എന്താ, സിക്കിൾ സെൽ സ്ലൈഡ് ടെസ്റ്റ്. അപ്പൊ സിക്കിൾ സെൽ സ്ലൈഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ എന്താ നമ്മൾ ഒരു ആന്റികോയാഗുലേറ്റഡ് ബ്ലഡ്, എന്നുവെച്ചാൽ ആന്റികോയാഗുലന്റ് യൂസ് ചെയ്ത ബ്ലഡ്, അല്ലെങ്കിൽ നമ്മൾ വീനപങ്ചർ വഴി എടുത്ത ബ്ലഡ് എന്ത് ചെയ്യുക, നമ്മുടെ ഒരു സ്ലൈഡ് എടുക്കുക, സ്ലൈഡിലേക്ക് ആക്കാം. അവിടെ ആ സ്ലൈഡിലേക്ക് നമ്മൾ എന്ത് ഒഴിക്കുക, സോഡിയം മെറ്റാബൈസൾഫേറ്റ് ഒഴിക്കുക. അപ്പൊ സോഡിയം മെറ്റാബൈസൾഫേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. അപ്പൊ ആ റെഡ്യൂസിങ് ഏജന്റ് എന്താ, ഓക്സിജൻ എടുത്ത് കളയും. അപ്പൊ സോഡിയം മെറ്റാബൈസൾഫേറ്റ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യും, ഓക്സിജൻ എടുത്ത് കളയും. അപ്പൊ നമുക്ക് എന്ത് കാണാൻ പറ്റും, സിക്കിൾ സെല്ല് കാണാൻ പറ്റും. ഇതാണ് സിക്കിൾ സെൽസ്. ഇതാണ് സിക്കിൾ സെൽസ്. അതാണ് ഫസ്റ്റ് മെത്തേഡ്, എന്ത്, സിക്കിൾ സെൽ സ്ലൈഡ് ടെസ്റ്റ്. രണ്ടാമത്തെ മെത്തേഡ് സൊല്യൂബിലിറ്റി ടെസ്റ്റ്. ഇപ്പൊ സൊല്യൂബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആന്റികോയാഗുലേറ്റഡ് ബ്ലഡ് എടുക്കും. ആ ആന്റികോയാഗുലേറ്റഡ് ബ്ലഡ് എടുത്തിട്ട് അതിലേക്ക് എന്ത് ആഡ് ചെയ്യും, നമ്മളൊരു ഫോസ്ഫേറ്റ് ബഫറും സാപ്പോണിനും ഡൈതയോണേറ്റും ആഡ് ചെയ്യും. അതൊക്കെ ഫോസ്ഫേറ്റ് ബഫറും സാപ്പോണിനും ഡൈതയോണേറ്റും ആഡ് ചെയ്യും. അപ്പൊ എന്താണ്, ഒരു ബ്ലഡ് എടുത്തു, മീൻസ് ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് എടുത്തു, നമുക്ക് ഈ റീജൻസ് ഒക്കെ ആഡ് ചെയ്തു. ഇനി അതിലുള്ള എന്താണ് റെഡ് സെൽസ് ഒക്കെ എന്ത് ചെയ്യും, ഹീമോലൈസ് ചെയ്ത് പോകും. ഇനി ആ ബ്ലഡില് HBS ഉണ്ടെങ്കിൽ, മീൻസ് സിക്കിൾ സെൽ അനീമിയ ട്രീറ്റ് ചെയ്യുന്നത് HBS ഉണ്ടെങ്കിൽ ആ HBS എന്ത് ചെയ്യും, ഡൈതയോണേറ്റ് ആയിട്ട് മീൻസ് കമ്പൈൻ ചെയ്യും. ഈ ഡൈതയോണേറ്റ് കമ്പൈൻ ചെയ്തിട്ട് അത് എന്തുണ്ടാക്കും, ടാക്ടോയിഡ്സ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ടാക്കും. ഈ ടാക്ടോയിഡ്സ് എന്താ, ടെർബിഡ് ആണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല്, ഒരു മിനിറ്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു വൈറ്റ് പേപ്പർ എടുക്കും. എന്നിട്ട് വൈറ്റ് പേപ്പറിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു നോർമൽ ബ്ലഡും വെക്കും, മീൻസ് HBS ഉള്ള ഒരാളെ ബ്ലഡും വെക്കും. എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ HBS ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, ടാക്ടോയിഡ്സ് ഫോം ചെയ്യും, എന്നിട്ടൊരു ടെർബിഡ് ആകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പേപ്പറിൽ 2 ലൈന് വരച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് എന്താണ്, നമ്മൾ ആ ട്യൂബിലൂടെ നോക്കുമ്പോൾ നമുക്ക് ആ ലൈൻസ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നെങ്കിൽ സംഭവം നെഗറ്റീവ് ആണ്, എന്ന് വെച്ചാൽ അയാൾക്ക് സിക്കിൾ സെൽ ഡിസീസ് അനീമിയ ഇല്ല. ഇനി അത് പോസിറ്റീവ് ആണ്, വെച്ചാൽ ലൈൻസ് കാണാൻ പറ്റുന്നെങ്കിൽ ഇല്ലെങ്കിൽ പോസിറ്റീവ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് 2 ലൈൻ വരയ്ക്കും. ഈ 2 ലൈനിന്റെ മുകളിൽ ഒരു നോർമൽ സാമ്പിൾ
മറ്റേ ഒരു അഫക്ട് സിക്കിൾ സെൽ അനീമിയ ഉള്ള അയാളുടെ ബ്ലഡിലത്തെ ഒരു സാമ്പിൾ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ ആ ടെസ്റ്റ് ചെയ്യും. അപ്പൊ ടെസ്റ്റ് ചെയ്യുമ്പോൾ ടാക്ടോയിഡ്സ് ഫോം ചെയ്യും HBS ഉണ്ടെങ്കിൽ. അപ്പൊ ടാക്ടോയിഡ്സ് ഫോം ചെയ്ത് ടെർബിഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ HBS ഉള്ളതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആ ലൈൻസ് കാണാൻ പറ്റൂല. അതാണ് എന്ത് സോലുബിലിറ്റി ടെസ്റ്റ് ഫോർ സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, അപ്പൊ സിക്കിൾ സെൽ അനീമിയ കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു എന്ത് അടുത്തത് ഹീമോലൈറ്റിക് അനീമിയ. ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ റെഡ് സെൽ മെമ്പറൈന്റെ ഡിഫക്റ്റ് കൊണ്ടാണ്. അപ്പൊ അതിന് ഫസ്റ്റ് വൺ ഹെറിഡിറ്ററി എന്താ ഉണ്ടാവുന്നത്, ഒന്നെങ്കിൽ സ്പെക്ട്രിൻ. സ്പെക്ട്രിനും ആങ്കറിനും എന്നൊക്കെ പറഞ്ഞാല് നമ്മളെ എന്താ റെഡ് സെൽ മെമ്പറൈനിൽ ഉള്ള സംഭവങ്ങളല്ലേ, സ്റ്റെബിലൈസ് ചെയ്യാൻ ആക്കാറല്ലേ മെമ്പറൈന്. അപ്പൊ ആ ഒന്നെങ്കിൽ സ്പെക്ട്രിനിൽ എന്തെങ്കിലും പ്രശ്നം വരാം, അല്ലെങ്കിൽ ആങ്കറിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. അപ്പോഴാണ് എന്തുണ്ടാവുക, ഹെറിഡിറ്ററി ആയിട്ട് സ്പീറോസൈറ്റോസിസ് വരാം. അപ്പൊ ഇതിലുള്ള സെൽസ് എന്ന് പറഞ്ഞാല് സ്പീറോസൈറ്റ് ആണ് ഉണ്ടാവുക. അപ്പൊ സ്പീറോസൈറ്റ് എന്ന് പറഞ്ഞാല് വലിയ സെല്ലാവും, പക്ഷെ അതിന്റെ ഫ്ലെക്സിബിൾ ഭയങ്കര ഹാർഡ് ആവും. നമ്മൾ RBCനെ പോലെ നമുക്ക് ഫ്ലെക്സിബിൾ ആവില്ല ഈ സ്പീറോസൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിനെങ്ങനെ നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാം? അതില് ഫസ്റ്റ് വൺ ഓസ്മോട്ടിക് ഫ്രജോലിറ്റി ടെസ്റ്റ്. അത് നമ്മൾ ചെയ്ത ടെസ്റ്റ് അല്ലേ ഫസ്റ്റ് ഇയറിൽ, ഓസ്മോസിസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഹൈപ്പോട്ടോണിക് സാൾട്ട് സൊല്യൂഷനിലേക്ക് നമ്മൾ ബ്ലഡ് മിക്സ് ചെയ്യുന്നത്. അപ്പോ ഇനി ഇതാണ് അത് കേട്ടോ, ഇതാണത്. അപ്പോ അതില് ഒരു സാമ്പിൾ ഒരാൾക്ക് നോർമലി ഹീമോലൈസിസിൽ എത്രയിലും സ്റ്റാർട്ട് ചെയ്യുള്ളൂ, 0.5 gram/dL സ്റ്റാർട്ട് ചെയ്തിട്ട് 0.30 gram/dL എന്ത് ചെയ്യും നോർമൽ ആണെങ്കിൽ. ഇനി ഹെറിഡിറ്ററി സ്പീറോസൈറ്റിസ് ഉണ്ടെങ്കിൽ അത് എത്രയിൽ സ്റ്റാർട്ട് ചെയ്യും, 0.6 തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും, ഓസ്മോസിസ് സ്റ്റാർട്ട് ചെയ്യും. എന്ത് ചെയ്യുന്നത് 0.8. 0.6 സ്റ്റാർട്ട് ചെയ്യും, 0.8 എൻഡ് ചെയ്യും. ഏത് ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസ് ഉള്ള ഒരാൾക്ക്. അപ്പോൾ അതാണ് മെയിൻ ടെസ്റ്റ്. ഏത് ഹെറിഡിറ്ററി സ്പീറോസൈറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള മെയിൻ സംഭവം എന്താണ്, ഓസ്മോസിസ് ആണ്. അപ്പൊ നോർമലി 0.5 to 0.3, പക്ഷെ സ്പീറോസൈറ്റിസ് ഉണ്ടെങ്കിൽ 0.6 തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇനി അടുത്തത് ഓട്ടോ ഹീമോലൈസിസ് ടെസ്റ്റ്. ഓട്ടോ ഹീമോലൈസിസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ബ്ലഡ് കളക്ട് ചെയ്തു. എന്നിട്ട് ഇങ്ങോട്ട് എത്ര ഹിമോലൈസിസ് ഇങ്ങനെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്ത് വെച്ചിട്ട് 37 degrees Celsius 48 hours നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എത്ര സ്പോണ്ടേനിയസ് ആയിട്ട് എത്ര ഹിമോലൈസിസ് നടക്കുന്നുണ്ടെന്ന് നോട്ട് ചെയ്തു. അപ്പൊ അതാണിത് ഓട്ടോ ഹീമോലൈറ്റിക് ടെസ്റ്റ്. അപ്പൊ ഓട്ടോ ഹീമോലൈറ്റിക് ടെസ്റ്റില് ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസ് ഉണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ആഡ് ചെയ്താൽ എന്ത് കുറയും, ഓട്ടോ ഹീമോലൈസിസ് ഉണ്ടാവണം എന്ന് വെച്ചാൽ സഡൻ ആയിട്ട് ഹീമോലൈസിസ് എത്ര ഉണ്ടാവുന്നത് അത് കുറയും, സ്പോണ്ടേനിയസ് ഹീമോലൈസിസ് കുറയും. ഏത് ഹെറിഡിറ്ററി സ്പീറോസൈറ്റിസ് ഉള്ള ഇതാണെങ്കിൽ ഗ്ലൂക്കോസ് ആഡ് ചെയ്താൽ കുറയും. പക്ഷെ നോർമൽ സെൽസിൽ ഗ്ലൂക്കോസിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസ് ഉണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ആഡ് ചെയ്താൽ എന്ത് ചെയ്യും, ഹീമോലൈസിസ് കുറയും. അതാണ് രണ്ടാമത്തെ ടെസ്റ്റ്. ഇനി ഹെറിഡിറ്ററി ആയിട്ട് വരുന്നൊരു കണ്ടീഷനാണ് എന്തെങ്കിലും എൻസൈം ഡിഫക്റ്റ് ആവാം. RBC മെമ്പറൈന് പ്രശ്നമല്ല, ഹീമോഗ്ലോബിന് പ്രശ്നമല്ല, പക്ഷെ എന്തെങ്കിലും ഒരു എൻസൈമിന്റെ ഡെഫിഷ്യന്റ് ആവാം. അതിലൊന്നാണ് G6PD ഡെഫിഷ്യൻസി. അപ്പൊ G6PD എന്തിനു വേണം, നമ്മളെ ബോഡിയിലുള്ള H2O2 എന്ന് വെച്ചാൽ ഫ്രീ റാഡിക്കൽസിനെ ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം, G6PD വേണം. അപ്പോ ഈ G6PD ഡെഫിഷ്യന്റ് കണ്ടീഷനിൽ ഇപ്പൊ H2O2 ഇപ്പൊ എന്തെങ്കിലും ഒരു ഫ്രീ റാഡിക്കൽ H2O2 ആണ് വിചാരിക്കും. അപ്പൊ ഈ H2O2 എന്താ പോകൂലല്ലോ, മീൻസ് G6PD ഇല്ല, അതുകൊണ്ട് പോകൂല. അപ്പൊ എന്ത് ചെയ്യും, ഇത് ചെന്നിട്ട് ഹീമോഗ്ലോബിനിലുള്ള ഗ്ലോബിൻ ചെയിൻസിനെ എന്ത് ചെയ്യും, ഡീനാച്ചുറേറ്റ് ചെയ്യും. ഡീനാച്ചുറേറ്റ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെരിഫറിയിൽ എന്ത് കാണാൻ പറ്റും, ഈ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത ഗ്ലോബിൻ ചെയിൻസ് കാണാൻ പറ്റും. ആ ഗ്ലോബിൻ ചെയിൻസ് ആണ് ഹെയ്ൻസ് ബോഡീസ് എന്ന് പറയുന്നത്. ഇതാണ് ഹെയ്ൻസ് ബോഡീസ്. ഈ കുറെ ഡോട്ട് കണ്ടില്ലേ. അപ്പൊ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത ഗ്ലോബിൻ ചെയിൻസ് നമുക്ക് എന്ത് കാണാൻ പറ്റും, റെഡ് സെല്ല് കാണാൻ പറ്റും. അതാണ് എന്ത് ഹെയ്ൻസ് ബോഡീസ് എന്ന് പറയുന്നത്. അപ്പൊ G6PD എന്തിനു വേണം, ഫ്രീ റാഡിക്കൽസിനെ ഡീആക്ടിവേറ്റ് ആക്കാൻ വേണം. അപ്പൊ അത് നടക്കൂല. അപ്പൊ എന്ത് ചെയ്യും, ഗ്ലോബിൻ ചെയിൻസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും.
അപ്പൊ ഹെയിൻസ് ബോഡീസ് കാണാം. ഇനി ഇതെങ്ങനെ നമുക്ക് ലബോറട്ടറി നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് വൺ ഫ്ലൂറസെന്റ് സ്പോട്ട് ടെസ്റ്റ്. അപ്പൊ ഫ്ലൂറസെന്റ് സ്പോട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് NADPH മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു ബ്ലഡ് എടുത്തു. അപ്പൊ ആ ബ്ലഡ് ഗ്രൂപ്പ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, NADPH ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കാണാൻ പറ്റുള്ളൂ, ഫ്ലൂറസെൻസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ NADP നമ്മുടെ ബോഡിയിലുള്ള എന്തെങ്കിലും സാമ്പിളിലുള്ള NADPH ആവണമെങ്കിൽ എന്ത് വേണം, G6PD വേണം. അപ്പൊ ഇവിടെ എന്താ ഈ പേഷ്യന്റിന് എന്താ G6PD ഡെഫിഷ്യന്റ് ആണ്. അപ്പൊ എന്താണ് NADPH ഉണ്ടാവില്ല, അതുകൊണ്ട് ഫ്ലൂറസെൻസും കാണിക്കൂല. അതാണ് ഒരു ടെസ്റ്റ്. അപ്പൊ മറ്റൊരു ടെസ്റ്റിന് പേര് പറഞ്ഞാൽ മതി, മെത്തിമോഗ്ലോബിൻ റിഡക്ഷൻ ടെസ്റ്റും ഡൈ ഡീകളറൈസേഷൻ ടെസ്റ്റും. ഈ രണ്ട് ടെസ്റ്റിന് നെയിം അറിയിക്കുക. മറ്റേ ഫ്ലൂറസെൻസ് സ്പോട്ട് ടെസ്റ്റ് ആണ് എന്താണെന്ന് അറിയാം. അപ്പോ ഇനി ഇതാണ് നമ്മൾ ഹെറിഡിറ്ററി പറയാനുള്ളത്, ഏത് ഹീമോലൈസിസിൽ. അപ്പൊ ഹെറിഡിറ്ററി ആയിട്ട് ഹീമോലൈസിസിൽ നമ്മള് തലാസിമിയ പറഞ്ഞു, സിക്കിൾ സെൽ അനീമിയ പറഞ്ഞു, പിന്നെ ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിസ് പറഞ്ഞു, പിന്നെന്താ പറഞ്ഞേ, G6PD ഡെഫിഷ്യൻസി പറഞ്ഞു. അതില് എന്താണ് പിന്നെ ഒന്നുള്ളത്, ഈ തലാസീമിയയിലല്ലേ, തലാസീമിയയില് എന്താണ് ഓസ്മോട്ടിക് ഫ്രജിലിറ്റി കുറയും. നമ്മൾ 0.3 നമ്മൾ നോർമൽ ബ്ലഡിൽ നടക്കണ്ടേ, പക്ഷെ അതിനേക്കാളും കുറയും. മീൻസ് 0.3 ആയാലും ഇത് നടക്കൂല, ഹീമോലൈസിസ് നടക്കൂല. അതിന്റെ ഒരു റീസൺ പറയാൻ കാരണം, തലാസീമിയയിൽ എന്ത് സെൽസ് ഉണ്ട് നമ്മൾ പറഞ്ഞു, ബീറ്റ തലാസീമിയ മേജറിൽ നമ്മൾ ടാർഗറ്റ് സെൽസ് കാണുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ടാർഗറ്റ് സെൽസിന് സർഫസ് വോള്യൂം മീൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് കാണൂല, നോർമലിനേക്കാളും കുറവാകും. എന്ന് വെച്ചാൽ കുറച്ചും കൂടി സ്റ്റേബിൾ ആണ് സെൽസ് തലാസീമിയയില്. അപ്പൊ അതുകൊണ്ടാണ് തലാസീമിയ നോർമൽ ഹീമോലൈസിസ് നടക്കാൻ. തലാസീമിയയില് കുറച്ചും കൂടി ബാക്കോട്ട് മീൻസ് അത്ര ഇത് നടക്കൂല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അക്വയർഡ് ഹീമോലൈറ്റിക് അനീമിയാസ്. അപ്പൊ അക്വയർഡ് ഹീമോലൈറ്റിക് അനീമിയയില് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് വന്നത് ആന്റിബോഡി മീഡിയേറ്റഡ് ആണ്. അപ്പൊ ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണോ ഹീമോലൈറ്റിക് അനീമിയ. അപ്പൊ ആന്റിബോഡി മീഡിയേറ്റഡ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് വാം ആന്റിബോഡീസ് ഉണ്ട്, ഒന്ന് കോൾഡ് ആന്റിബോഡീസ് ഉണ്ട്. അപ്പൊ വാം ആന്റിബോഡീസ് എന്ന് പറഞ്ഞാൽ ആന്റിബോഡിന്റെ ആക്ഷൻ മാക്സിമം നടക്കുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസിലാണ്. കോൾഡ് എന്ന് പറഞ്ഞാൽ ആന്റിബോഡിന്റെ മാക്സിമം ആക്ഷൻ നടക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അവർ ഓട്ടോ ഇമ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ രണ്ട് ടൈപ്പ് ഉണ്ട്. അതന്നെ വാം ഉണ്ട്, കോൾഡ് ഉണ്ട്. വാം എന്ന് പറഞ്ഞാൽ ആന്റിബോഡീസ് 37 ഡിഗ്രി സെൽഷ്യസിലാണ്, കോൾഡില് എന്താണ് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പൊ അതിന്റെ ഇത് എത്തിയോളജി ഞാൻ പറയില്ല, എന്താണ് സംഭവം, എന്താണ് സിംറ്റം, എന്താ പാത്തോജൻസിസും വേണ്ട. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് എങ്ങനെയാണ് അതൊന്ന് ലബോറട്ടറി നമ്മൾ എങ്ങനെയാണ് നോക്കാം, മീൻസ് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അതിൽ സംഭവമാണ് കൂം ടെസ്റ്റ്. കൂം ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് കൂം ടെസ്റ്റ്? അപ്പൊ കൂം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹീം അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ആണ്. അപ്പം ഹീം അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മള് ഇവിടെ ഉപയോഗിക്കുന്ന അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞാൽ ആന്റിജനും ആന്റിബോഡി തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് നമ്മൾ അഗ്ലൂട്ടിനേഷൻ. അപ്പൊ ഹീം അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, RBC ഒരു ആന്റിജനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഹീം അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഹീം അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റിൽ ഒന്ന് മാത്രമാണ് എന്ത്, കൂംസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ കൂംസ് ടെസ്റ്റ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചാല്, നമ്മൾ RH ഇൻകോമ്പാറ്റബിലിറ്റി ഒക്കെ വരില്ലേ, RH പോസിറ്റീവ് മദറും RH നെഗറ്റീവ് മദറും ബേബിയും അങ്ങനെ വരില്ലേ, ആ കേസിലാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ഉപയോഗിക്കുക, കൂംസ് ടെസ്റ്റ് ഉപയോഗിക്കുക. ഈ കൂംസ് ടെസ്റ്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് RH നെഗറ്റീവ് മറും അതറും RH പോസിറ്റീവ് ചൈൽഡും ആണല്ലേ. അപ്പൊ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞു എന്താണ് RH പോസിറ്റീവ് ഇത് എന്തായിട്ട് മാറി, മദറിന്റെ ഇതായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ എന്തുണ്ടായി, RH ആന്റിബോഡീസ് ഉണ്ടായി. അപ്പോൾ ഈ ഉണ്ടായ RH ആന്റിബോഡീസ് സെക്കൻഡ് ചൈൽഡിൽ എന്ത് ചെയ്യും, പ്ലാസെന്റ ക്രോസ് ചെയ്യും. ഉണ്ടാവുന്ന ആന്റിബോഡീസ് IgG ആണ്. അപ്പോൾ പ്ലാസെന്റ ക്രോസ് ചെയ്ത് എന്താണ് ഫീറ്റസിന്റെ ബ്രെഡിലേക്ക് എത്തി. അപ്പോൾ ഫീറ്റസിന്റെ ബ്രെഡിലേക്ക് എത്തിയാൽ അവിടുത്തെ RBCയും എന്താണ് മീൻസ് ഇപ്പൊ ഉണ്ടായ ആന്റിബോഡീസും ബൈൻഡ് ചെയ്യില്ല, RBC ആയിട്ട് ഇപ്പൊ ഉണ്ടായ ആന്റിബോഡീസ് ബൈൻഡ് ചെയ്യും. ഇനി അപ്പൊ ഡയറക്റ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നത് ഫീറ്റസിന്റെ ബ്ലഡ് ആണ്, ഇൻഡയറക്റ്റ്ലി മദറിന്റെ ആണ്.
അപ്പൊ ഡയറക്റ്റ്ലി നമ്മൾ ഫീറ്റസിന്റെ ബ്ലഡ് എടുത്തു. അപ്പോ സെക്കൻഡിലാണ്, ഫസ്റ്റിലല്ല സെക്കൻഡ് ലെയറിലാണ്, സെക്കൻഡ് സൈഡിലാണ്. അപ്പോ എന്തായി, നമ്മുടെ RBC ഉണ്ട്. അപ്പൊ മദറിന് ഓൾറെഡി RH ആന്റിബോഡീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് വന്നിട്ട് എന്ത് ചെയ്യും, ഈ RBC ആയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പൊ ഇതിന്റെ RH ആന്റിബോഡീസിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് അത് ഇൻകംപ്ലീറ്റ് ആന്റിബോഡീസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ബ്ലോക്കിംഗ് ആന്റിബോഡി എന്നും പറയും. എന്ന് വെച്ചാല് RBC എന്നിട്ട് ആന്റിബോഡി എന്നിട്ട് ബൈൻഡ് ചെയ്യും, എന്നിട്ട് പിന്നെ വേറെ എന്ത് ആന്റിബോഡിനെ വന്ന് ബൈൻഡ് ചെയ്യാൻ സമ്മതിക്കില്ല. ബ്ലോക്കിംഗ് എഫക്റ്റ് ആണ്, വേറെ ആന്റിബോഡീസിനൊക്കെ ബ്ലോക്ക് ചെയ്യാം. അതാണ് എന്താണ് RH ആന്റിബോഡീസിന്റെ പ്രത്യേകത. അപ്പൊ ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഫീറ്റസ് ബ്ലഡ് എടുത്ത് RBC ഉണ്ട്, ഇവിടെ എന്തുണ്ട്, IgG ഉണ്ട്. അപ്പൊ ഇനി ക്രിയേറ്റ് ചെയ്യുന്നത് എന്താ, IG ആന്റിബോഡീസ്. IG ആന്റിബോഡീസിന് എഗെയിൻസ്റ്റ് ഉള്ള ആന്റിബോഡീസ് ആണ് എന്ത്, കൂംസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് ഇതിലേക്ക് ഒഴിക്കും. അപ്പൊ ഒഴിക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്, IgG ഉണ്ട്. അപ്പൊ ഇത് ഇതായിട്ട് കമ്പൈൻ ചെയ്യും, അങ്ങനെ അഗ്ലൂട്ടിനേഷൻ ഉണ്ടാവും. അതാണ് ഡയറക്റ്റ് കൂംസ് ടെസ്റ്റ്. ഇനി ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് ആണ് മദറിലാണ് ടെസ്റ്റ് ചെയ്യണത്. അപ്പൊ മദറിൽ ആന്റിബോഡീസ് ഉണ്ടായിന്ന് വിചാരിക്കുക. അപ്പൊ മദറിൽ ആന്റിബോഡീസ് ഉണ്ടായാൽ എന്ത് ചെയ്യും, ആന്റിബോഡീസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു RH പോസിറ്റീവ് ബ്ലഡ് എന്ന് വെച്ചാൽ RH പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ഇതിലേക്ക് മിക്സ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും, ഈ ആന്റിബോഡീസ് വന്നിട്ട് ഇത് RH പോസിറ്റീവ് അല്ലേ, ബൈൻഡ് ചെയ്യും. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കൂംസ് റിയേജന്റ് ആഡ് ചെയ്യും. കൂംസ് റിയേജന്റ് എന്താ, IgG ആന്റിബോഡീസ്. അപ്പൊ അതിലേക്ക് ആഡ് ചെയ്യും, അഗ്ലൂട്ടിനേഷൻ നടക്കും. അതാണ് എന്ത്, ഇൻഡയറക്റ്റ് കൂം ടെസ്റ്റ്. അപ്പൊ ഈ ഡയറക്റ്റ് കൂംസ് ടെസ്റ്റും ഇൻഡയറക്റ്റ് കൂം ടെസ്റ്റും നമ്മൾ വാമിലും കോൾഡ് ആന്റിബോഡി ഓട്ടോഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയയില് അവിടെ യൂസ് ചെയ്യുന്നത് ഈ മെത്തേഡ് ആണ്, മീൻസ് ഈ പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ കൂംസ് ടെസ്റ്റ് എന്താണെന്ന് അറിയണം. അപ്പൊ കൂംസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് രണ്ട് ടൈപ്പ് ഉണ്ട്. കൂംസ് ടെസ്റ്റ് പറഞ്ഞ ടൈപ്പ് ഓഫ് എന്താണ്, ഹീം അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ആണ്. ഫസ്റ്റ് വൺ അതാണ്, ഒരു ടൈപ്പ് ആണ്. അപ്പൊ ഹീം അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ, RBC ഒരു ആന്റിജൻ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹീം അഗ്ലൂട്ടിനേഷൻ എന്ന് പറയാം. ഇനി കൂംസ് തന്നെ രണ്ട് ടൈപ്പ്, ഡയറക്റ്റ് ഉണ്ട് ഇൻഡയറക്റ്റ് ഉണ്ട്. അപ്പൊ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ ആലോചിക്കുന്ന മറ്റേ RH ഇൻകോമ്പാറ്റബിലിറ്റിന്റെ കേസാണ്. അപ്പൊ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഫീറ്റസ് ബ്ലഡ് എടുത്തു, ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ മദറിന്റെ ബ്ലഡ് വെച്ചാൽ നോക്കണേ. പിന്നെ കൂംസ് റിയേജന്റ് എന്താ, IgG ആന്റിബോഡീസ് ആണ് കൂംസ് റിയേജന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ കൂംസ് ശരിയല്ലേ? ഹലോ 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 ഓക്കേടാ, ശരി ശരി. ആടാ, ഓക്കെയാണ്. ഓക്കെ. ഇനി ഇതില് അനീമിയന്റെ ലാസ്റ്റ് ടോപ്പിക് ആണ് കേട്ടോ. അനീമിയന്റെ അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവമാണ് എന്ത്, ഒരു മിനിറ്റ്, HB ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ HB ഇലക്ട്രോഫോറസിസ്, ഇപ്പൊ നമ്മൾ ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് ചെയ്യാം. എപ്പോഴാണ് ഫസ്റ്റ് വൺ, അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ, ലൈക്ക് HbSO HbCO അങ്ങനത്തെ കുറെ വെറൈറ്റീസ് ഉണ്ട്, HbDO HbG അങ്ങനത്തെ കുറെ വെറൈറ്റീസ് അബ്നോർമൽ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോഫോറസിസ് ചെയ്യും. പിന്നെ എന്താണ്, നമ്മൾ തലാസീമിയയിൽ പറഞ്ഞു, മേജറിലും ഇന്റർമീഡിയറ്റിലും എന്താ, HbF ഇൻക്രീസ് ചെയ്യും. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മൈനറിൽ എന്ത് ചെയ്യും, HbA2 ഇൻക്രീസ് ചെയ്യും. അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇലക്ട്രോഫോറസിസ് ചെയ്യുക എപ്പോഴും എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ, പിന്നെ തലാസീമിയന്റെ ഏതാണ് മനസ്സിലായി, HbF ആണോ HbA2 ആണോ ഇൻക്രീസ് ചെയ്ത്, അത് നോക്കാൻ വേണ്ടിയിട്ട്. HB ഇലക്ട്രോഫോറസിസ് നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് സെല്ലുലോസ് അസറ്റേറ്റ് ഇലക്ട്രോഫോറസിസും സിട്രേറ്റ് അഗാർ ഇലക്ട്രോഫോറസിസും. സെല്ലുലോസ് അസറ്റേറ്റ് ഇലക്ട്രോഫോറസിസും സിട്രേറ്റ് അഗാർ ഇലക്ട്രോഫോറസിസും. അതില് സെല്ലുലോസ് അസറ്റേറ്റ് ഇലക്ട്രോഫോറസിസ് എന്ന ഏത് pH ആണ്, ആൽക്കലൈൻ pH ആണ്. സിട്രേറ്റ് അഗാർ ഇലക്ട്രോഫോറസിസ് എന്ന അസിഡിക് pH ആണ്. അതില് സെല്ലുലോസ് അസറ്റേറ്റ് ഇലക്ട്രോഫോറസിസ് എന്താ, അതാണ്
എന്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്തെങ്കിലും അബ്നോർമൽ ഹീമോഗ്ലോബിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണം ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് സെല്ലുലോസ് അസറ്റീൽ ഇലക്ട്രോഫോറസിസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സിട്രേറ്റ് അഗാർ ഇലക്ട്രോഫോറസിസ് ചെയ്യുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ സെല്ലുലോസ് അസറ്റേറ്റ് ഇലക്ട്രോഫോറസിസ്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന എന്താണ് ബഫർ എന്ന് പറയുന്നത് ട്രിസ് EDTA ബോറേറ്റ്. pH എന്ന് പറഞ്ഞാൽ 8.5 ആണ്. ട്രിസ് EDTA ബോറേറ്റ്. pH എന്ന് പറഞ്ഞാല് 8.5 ആണ്. ഇനി അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റൺ ചെയ്യും. നമ്മളെ ബയോകെമിസ്ട്രി ലാബില്ല ഇലക്ട്രോഫോറസിങ് പാറ്റസിലെ അതിൽ നമ്മൾ എന്ത് ചെയ്യും, റൺ ചെയ്യിപ്പിക്കും. അപ്പോൾ റൺ ചെയ്യുമ്പോൾ ഓരോന്നിനും ഓരോ ഇതാവൂലേ, മീൻസ് ചാർജ് അനുസരിച്ച് ഓരോന്നും ഡിഫറെന്റ് ആയിട്ട് നിൽക്കൂലേ. അപ്പോൾ എന്താണ്, അപ്പൊ ഇതില് HbA2 HbC HbE അങ്ങനെ കുറെ HbA2 HbC മതി, ഇയും ഒന്നും വേണ്ട. HbCA2 HbC. അപ്പോൾ ഇതിന്റെ എന്താണ് ചാർജ് സെയിം ആയതുകൊണ്ട് അവരൊപ്പം റൺ ചെയ്യും. അപ്പൊ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അതേപോലെ HbS HbD HbG ഇതിന്റെ എന്താണ് സെയിം എന്താണ് ചാർജ് സെയിം ആയതുകൊണ്ട് ഇവരും ഏകദേശം ഒപ്പം ട്രാവൽ ചെയ്യാം, മീൻസ് ഒന്നിച്ചാണ് പോവാ. ഒരേ നമ്മൾ ഇലക്ട്രോഫോറസിസ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു പൊസിഷനിലാണ് കിട്ടുക. HbA2 സിയും ഒരു പൊസിഷനിൽ കിട്ടും, HbSഉം HbD ഒക്കെ നമുക്ക് ഒരു പൊസിഷനിൽ കിട്ടും. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു പൊസിഷനിൽ കിട്ടിയാൽ നമുക്ക് എന്താക്കാൻ പറ്റൂല, സെപ്പറേറ്റ് ആക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഈ സാമ്പിൾ എടുത്തിട്ട് എന്ത് ചെയ്യണത്, സിട്രേറ്റ് അഗാർ ജെൽ ഇലക്ട്രോഫോറസിൽ ജനറേറ്റ്. അപ്പൊ ഇവിടെ മറ്റേ സെല്ലുലേസ് അസിറ്റേറ്റ് ആണ് ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ സിട്രേറ്റ് അഗാറാണ്. അപ്പൊ അതിൽ റൺ ചെയ്യിപ്പിക്കും. അങ്ങനെ റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മീൻസ് ഓരോന്നും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. HbCയും HbSഉം അങ്ങനെ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതിനാണ് സിട്രേറ്റ് ജെൽ അഗാർ ജെൽ ഇലക്ട്രോഫോറസിസ് നടക്കുന്നത്. ഓക്കെ. അപ്പൊ ഇലക്ട്രോഫോറസിസിൽ രണ്ട് സംഭവം രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സെല്ലുലോസും ഒന്ന് സിട്രേറ്റും. സെല്ലുലോസ് ആൽക്കലൈൻ ആണ്, സിട്രേറ്റ് അസിഡിക് ആണ്. ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് സെല്ലുലോസ് ആണ്. അപ്പൊ സെല്ലുലോസ് റൺ ചെയ്ത് അവസാനം എന്ത് ചെയ്യുമ്പോഴേക്കും ആരൊക്കെ ഒപ്പം ഉണ്ടാവും, HbSഉം HbDയും പിന്നെ HbA2 HbC. അതപ്പോ രണ്ടും സെയിം ചാർജ് ആയതുകൊണ്ട് രണ്ടും കൈ നോക്കുമ്പോൾ ഈ രണ്ട് സംഭവങ്ങളും ഒരേ പൊസിഷനിലാവും. അപ്പൊ അത് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് സിട്രേറ്റ് അഗാർ ജെൽ ഇലക്ട്രോഫോറസിസ് ഉപയോഗിക്കുന്നത്. pH അസിഡിക് ആണ്. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് സെപ്പറേറ്റ് ഇലക്ട്രോ റണ്ണിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ടുണ്ട്. HbCയും HbS ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് ഇലക്ട്രോഫോറസിസിൽ അറിയാനുള്ളത്. ഓക്കെ ആണോ? ഇലക്ട്രോഫോറസിസ് ഹലോ ഓക്കെ. ഇനി അപ്പോ ഇത്രയാണ് എന്തുള്ളത്, അനീമിയയിലുള്ളത്. പിന്നെ ഈ ഇലക്ട്രോഫോറസിസ് കഴിഞ്ഞാല് എന്താണ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി ഒക്കെ പറയേണ്ടത് വേണമെന്നില്ല. അപ്പോ എന്താണ് ഇലക്ട്രോഫോറസിസിലും മീൻസ് അനീമിയയിൽ ഇത്രയാണുള്ളത്. ഓക്കെ. ഇനി അനീമിയയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഏതെങ്കിലും ടോപ്പിക് ഒന്നും കൂടി പറയണോ? ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ? ഒന്ന് കൂംസ് ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. കൂംസ് ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് സിക്കിൾ സെൽ അനീമിയയും സ്ഫീറോസൈറ്റോസിസും. പിന്നെ നമ്മൾ ആ പറഞ്ഞ സെല്ലൊക്കെ അല്ലേ, എന്തൊക്കെ സെല്ലുകളാണെന്ന്, കുറെ ടാർഗറ്റ് സെൽസ്, നോമോബ്ലാസ്റ്റ്, പോഡിക്രോമാറ്റിക് സെൽസ്. അപ്പൊ ആ സെൽസ് ഒക്കെ എന്തിലാണ് കാണുന്നത് പറഞ്ഞാൽ മതി, എന്തിലൊക്കെയാണ് ഉള്ളതെന്ന്. ആ സെൽസ് എന്താണ്, ആ സെൽസ് എവിടെയാണ് കാണുക, ഇതിലൊക്കെയാണ് കാണുക. ഇനി അടുത്തത് എന്താണ് ബ്ലീഡിങ് ഡിസോർഡർ. അപ്പൊ ബ്ലീഡിങ് ഡിസോർഡറിൽ എന്താണ് നമുക്ക് അറിയേണ്ടത്? അപ്പൊ ബ്ലീഡിങ് ഇങ്ങനെ അതിനൊക്കെ മുമ്പ് നമുക്കൊരു എന്താണ് ഒരു വൂണ്ട് പറ്റും. അപ്പൊ ഒരു ഇഞ്ചുറി വന്നാൽ ആദ്യം ആ സൈഡിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ആരാ? പ്ലേറ്റ്ലെറ്റ്സ് ആണ്. അപ്പൊ പ്ലേറ്റ്ലെറ്റ്സ് ആദ്യം എന്ത് ചെയ്യണം, വന്ന് സൈറ്റില് മീൻസ് ആ
വെസൽ വാളിന്റെ എന്താണ് വെസൽ വാൾ ഫസ്റ്റ് എൻഡോത്തീലിയം ഉണ്ടാവും, പിന്നെ സബ് എൻഡോത്തീലിയം അല്ലേ. അപ്പൊ എൻഡോത്തീലിയം ബ്രേക്ക് ആവും എന്ത് ഇഞ്ചുറി സമയത്ത്. അപ്പൊ അതിലുള്ള സബ് എൻഡോത്തീലിയം കൊളാജനായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പൊ ആ സബ് എൻഡോത്തീലിയം കൊളാജനായിട്ട് ബൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് GP1A GP1A 2A. സബ് എൻഡോത്തീലിയം കൊളാജനായിട്ട് പ്ലേറ്റ്ലെറ്റ് ബൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ആക്കുന്നതാണ് GP1A 2A. ഇനി പിന്നെ വേറെ എന്തുണ്ട്, എൻഡോത്തീലിയത്തിൽ വോൺ വില്ലിപ്പറൻ ഫ്രാക്ചർ ഉണ്ട്. അപ്പൊ വോൺ വില്ലിപ്പറൻ ഫ്രാക്ചർ ആയിട്ട് ബൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ആക്കുന്നതാണ് GP1B9. ഓക്കെ, അപ്പൊ GP1A 2A ഉണ്ട്, GP1B9 ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ കൊളാജൻ ബൈൻഡിങ്ങും സെക്കൻഡ് വൺ എന്താണ് വോൺ വില്ലിപ്പറൻ ഫ്രാക്ചർ ആയിട്ട് ബൈൻഡ് ചെയ്യാം. അപ്പൊ പ്ലേറ്റ്ലെറ്റ് ഫസ്റ്റ് വന്നാൽ എന്ത് ചെയ്യണം, അഡ്ഹെഷൻ ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് അഡ്ഹെഷൻ ആണ്. അപ്പൊ അഡ്ഹെഷൻ ആണ് ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങൾ. ഗ്രാനുവൽസ് ഏതൊക്കെ ഗ്രാനുവൽസ് ആണ് റിലീസ് ചെയ്യുക? ഡെൻസ് ഗ്രാനുവൽസ്, ആൽഫ ഗ്രാനുവൽസ്, ലൈസോസോമൽ വെസിക്കിൾസ്. ഇനി അതിലുള്ള ഈ ഡെൻസ് ഗ്രാനുവൽസ്, ആൽഫ ഗ്രാനുവൽസ് ഒക്കെ ഉള്ള സംഭവങ്ങളാണ് എന്ത് ADH, പിന്നെ ഫൈബ്രിനോജൻ, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഈ ഗ്രാനുവൽസിലുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. അഗ്രിഗേഷൻ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് GP2B3A റിസപ്റ്റേഴ്സ്. അപ്പൊ പ്ലേറ്റ്ലെറ്റിൽ മൂന്ന് സ്റ്റെപ്പാണ് പ്ലേറ്റ്ലെറ്റ്. ഒന്ന് എന്താ അഡ്ഹെഷൻ, പിന്നെ ഗ്രാനുവൽ റിലീസ് ചെയ്യും, പിന്നെ അഗ്രിഗേഷൻ. ഇനി എങ്ങനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാറ്റിക് ഫങ്ഷൻ നമ്മൾ അസസ് ചെയ്യുന്നത്? അപ്പൊ എന്താണ് ഒരാൾക്ക് ബ്ലീഡിങ് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തൊക്കെ നമ്മൾ അസസ് ചെയ്യാം? ഫസ്റ്റ് വൺ ബ്ലഡ് വെസൽ വാൾ. വെസൽ വാളിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? സെക്കൻഡ് വൺ പ്ലേറ്റ്ലെറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? 3 കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്, 4 ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റം, 5 കൊയാഗുലേഷൻ ഇൻഹിബിറ്റേഴ്സ്. അപ്പൊ ഇത്രയും ഹെഡിങ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലഡ് ഇത് മുന്നോട്ട് കണ്ടിന്യൂ ആക്കണം. അപ്പൊ ഫസ്റ്റ് വൺ ബ്ലഡ് വെസൽ വാൾ, പിന്നെ പ്ലേറ്റ്ലെറ്റ്, പിന്നെ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്, പിന്നെ ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റം, പിന്നെ ഇൻഹിബിറ്റേഴ്സ്. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ് വെസൽ വാൾ. അപ്പൊ ഫസ്റ്റ് എന്താ വെസൽ വാൾ അല്ലേ പറഞ്ഞത്. അപ്പൊ വെസൽ വാളിൽ എന്തൊക്കെ വരാം? ഒന്നെങ്കിൽ എന്ത് വരാം, വാസ്കുലാർ പെർമിയബിലിറ്റി. എന്നുവെച്ചാൽ വാസ്കുലാർ പെർമിയബിലിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം വരാം. എന്നുവെച്ചാൽ വാസ്കുലർ പെർമിയബിലിറ്റി കൂടിയതാവും, അല്ലെങ്കിൽ കാപ്പിലറിന്റെ സ്ട്രെങ്ത് കുറഞ്ഞതാവാം. അല്ലെങ്കിൽ എന്താവാം, ഫസ്റ്റ് വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാവുമല്ലോ, അപ്പൊ എന്താ കോൺട്രാക്ഷൻ ഫെയിലിയർ ആയതാവാം, എന്നുവെച്ചാൽ കൺസ്ട്രിക്റ്റ് ആവാൻ കഴിയില്ല. അപ്പൊ ബ്ലഡ് വെസൽ വാളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? ഒന്നെങ്കിൽ പെർമിയബിലിറ്റി ഇൻക്രീസ് ആയതാവാം, അല്ലെങ്കിൽ സ്ട്രെങ്ത് കുറഞ്ഞതാവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കോൺട്രാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ബ്ലഡ് വെസൽ വാളിലും വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഇനി എങ്ങനെ നമുക്ക് അസസ് ചെയ്യാം? അതിൽ ഫസ്റ്റ് വൺ ആണ് ബ്ലീഡിങ് ടൈം. അപ്പൊ ഫസ്റ്റ് വൺ എന്താ, ബ്ലഡ് വെസൽ വാൾ അബ്നോർമാലിറ്റി നമുക്ക് അസസ് ചെയ്യാൻ കഴിയുന്ന ഫസ്റ്റ് മെത്തേഡ് ബ്ലീഡിങ് ടൈം ആണ്. അപ്പൊ ബ്ലീഡിങ് ടൈം നമ്മൾ എന്ത് ചെയ്തതാ, നമ്മൾ ഒരു പ്രാവശ്യം ഇതാക്കിയതല്ലേ ബ്ലീഡിങ് ടൈം, നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട് ബ്ലീഡിങ് ടൈം. അപ്പൊ എന്തൊക്കെ മെത്തേഡ്സ് ആയിരിക്കും ബ്ലീഡിങ് ടൈം അസസ് ചെയ്യാം? ഒന്ന് ഫിംഗർ മെത്തേഡ്, മീൻസ് ഫിംഗർ ടിപ്പ് മെത്തേഡ്. രണ്ടാമത്തേത് ഡ്യൂക്സ് മെത്തേഡ്. മൂന്നാമത്തേത് ഐവിസ് മെത്തേഡ്. അപ്പൊ ഫിംഗർ ടിപ്പ് ഉണ്ട്, ഡ്യൂക്സ് മെത്തേഡ് ഉണ്ട്, ഐവിസ് മെത്തേഡ് ഉണ്ട്. അപ്പൊ ഫിംഗർ ടിപ്പ് മെത്തേഡിലാണ് നമ്മൾ എന്താ പ്രിക്ക് ചെയ്തിട്ട് നമ്മൾ 30 സെക്കൻഡ് കൂടുമ്പോൾ ഇങ്ങനെ പേപ്പറിലൊക്കെ ആക്കിയില്ലയോ, അതാണ് ഫിംഗർ ടിപ്പ് മെത്തേഡ്. അപ്പൊ ഫിംഗർ ടിപ്പ് മെത്തേഡ് വഴി നോർമൽ ബ്ലീഡിങ് ടൈം എന്ന് പറയുന്നത് 1 to 3 minutes ആണ്. അപ്പൊ 1 to 3 minutes ആണ് എന്ത് ഫിംഗർ ടിപ്പ് മെത്തേഡ് വഴി നോർമൽ ബ്ലീഡിങ് ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ആണ് എന്ത്, ഐവിസ് മെത്തേഡ്. അപ്പൊ ഐവിസ് മെത്തേഡിൽ നമ്മളൊരു BP അപ്പാരറ്റസ് എടുത്തിട്ട് 40 mm of HGയിലാക്കി വെക്കും. എന്നിട്ട് നമ്മൾ ഫ്ലെക്സർ ആസ്പെക്ട് ഓഫ് ഫോറാമില് പ്രിക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്തായാലും പറയാം,
ഒരു ഫിൽറ്റർ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഓരോ 30 സെക്കൻഡ്സും ഒരു ഗ്യാപ്പ് 30 സെക്കൻഡ് ഗ്യാപ്പ് ഇട്ട് അങ്ങനെ ചെയ്ത് എപ്പോഴാണ് എൻഡ് ആവണത് അവിടെ കഴിയും. അപ്പോൾ എന്താണ് അതാണ് ഐവിസ് മെത്തേഡ്. അപ്പൊ ഐവിസ് മെത്തേഡ് അനുസരിച്ച് നോർമൽ ബ്ലീഡിങ് ടൈപ്പ് എന്ന് പറയുന്നത് 2 to 6 മിനിറ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് വൺ അനുസരിച്ച് ഫിംഗർ ടിപ്പ് അനുസരിച്ച് 1 to 3 മിനിറ്റ്, ഐവിസ് അനുസരിച്ച് 2 to 6 മിനിറ്റ്സ്. പിന്നെ ഡ്യൂക്സ് മെത്തേഡ് നമ്മൾ ഫോർ ആം ഫിംഗർ ടിപ്പ് അല്ലേ പറഞ്ഞത്. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ലോബ് ഓഫ് ഇയർ അല്ലെങ്കിൽ ഹീൽ ഓഫ് ഫുട്ട് ഒക്കെ ഉപയോഗിക്കണം. അതനുസരിച്ച് 1 to 6 മിനിറ്റ്സ് ആണ് ബ്ലീഡിങ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വാസ്കുലാർ ബ്ലഡ് വെസൽ അസസ് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡാണ് ബ്ലീഡിങ് ടൈം. ഇനി സെക്കൻഡ് മെത്തേഡാണ് ടോർണിക്കറ്റ് ടെസ്റ്റ്. ടോർണിക്കറ്റ് ടെസ്റ്റ് എന്ന് വെച്ചാല് ഇവിടെ അപ്പർ ആമില് നമ്മൾ ബി പി എന്ത് ചെയ്യും, സിസ്റ്റോളിക്കിന്റെയും ഡയസ്റ്റോളിക്കിന്റെയും ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് നമ്മൾ എത്ര പെറ്റക്കൽ ഹെമറേജസ് ഫോം ചെയ്തിട്ട് നോക്കും. അതിലൊരു 20 ഹെമറേജസ് ഒക്കെ വരികയാണെങ്കിൽ വെസൽ വാളിന് എന്തോ പ്രശ്നമുണ്ട് മനസ്സിലാക്കാം. അപ്പൊ വെസൽ വാൾ അബ്നോർമാലിറ്റീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ്, ഒന്ന് ബ്ലീഡിങ്ങും ഒന്ന് ടോർണിക്കറ്റ് ടെസ്റ്റും. ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇനി അടുത്തത് പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റില് നമുക്ക് എന്തൊക്കെ അസസ് ചെയ്യാം? അപ്പോൾ പ്ലേറ്റ്ലെറ്റില് നമുക്ക് എന്തൊക്കെ അസസ് ചെയ്യാം? ഒന്ന് പ്ലേറ്റ്ലെറ്റിന്റെ നമ്പർ അസസ് ചെയ്യാം അല്ലെ, ഒന്ന് നമ്പർ അസസ് ചെയ്യാം പ്ലേറ്റ്ലെറ്റിന്റെ. ഓക്കെ, രണ്ടാമത്തത് പ്ലേറ്റ്ലെറ്റിന്റെ മോർഫോളജിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നമ്പറൊക്കെ ശരിയാവും, പക്ഷെ മോർഫോളജിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? മൂന്നാമത്തത് പ്ലേറ്റ്ലെറ്റിന്റെ ഫങ്ഷൻ. അതില് ഫസ്റ്റ് വൺ നമ്മൾ പറയണത് പ്ലേറ്റ്ലെറ്റിന്റെ നമ്പർ ആണ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റിന്റെ നമ്പർ നമുക്ക് 2 മെത്തേഡിൽ അസസ് ചെയ്യാം. ഒന്ന് മാനുവൽ, രണ്ടാമത്തത് ഓട്ടോമേറ്റഡ് മെത്തേഡ്. അപ്പോൾ മാനുവൽ ഉണ്ട്, ഓട്ടോമേറ്റഡ് മെത്തേഡ് ഉണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് മാനുവൽ മെത്തേഡാണ്. ഓട്ടോമേറ്റഡ് മെത്തേഡ് പറയുന്നില്ല. ഓട്ടോമേറ്റഡ് മെത്തേഡ് ആരെടുത്തിന്ന് പറഞ്ഞു, അതിനെ മാം ഒരു ഹിസ്റ്റോഗ്രാം ഒക്കെ വരച്ചെടുത്തില്ലേനു, അതാണ് ഓട്ടോമേറ്റഡ് മെത്തേഡ്. അപ്പൊ ഫസ്റ്റ് വൺ മാനുവൽ മെത്തേഡ്. മാനുവൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു വീനസ് ആന്റി കോയാഗുലേറ്റഡ് ബ്ലഡ് എടുക്കും. നമ്മൾ നമ്മൾ വീന പങ്ക്ചർ ഉപയോഗിച്ച് എടുക്കുന്ന ബ്ലഡ് എടുക്കൂല. കാരണം അതെന്ത് ചെയ്യും, അത് നമ്മളിപ്പോ ഒരു ഗ്ലാസിന്റെ ഇതിലേക്കൊക്കെ മാറ്റിയാൽ അത് പെട്ടെന്ന് കോയാഗുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടൂല, നമുക്ക് സംഭവം കിട്ടൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു വീനസ് ബ്ലഡ് എടുക്കും, എന്നുവെച്ചാൽ ആന്റി കോയാഗുലേറ്റഡ് വീനസ് ബ്ലഡ് എടുക്കും. ഇനി ആ വീനസ് ബ്ലഡിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും, 0.38 ml 1% അമോണിയം ഓക്സലേറ്റ് ആഡ് ചെയ്യും. അപ്പൊ എന്ത് ആഡ് ചെയ്യും, 0.38% 1 ml 38% 1 ml എന്ത് ആഡ് ചെയ്യും, അമോണിയം ഓക്സലേറ്റ് ആഡ് ചെയ്യും. ഈ അമോണിയം ഓക്സലേറ്റ് എന്തിനാ ആഡ് ചെയ്യുന്നത്, അതിലുള്ള RBC ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ RBC ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമോണിയം ഓക്സലേറ്റ് ആഡ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ലൈസ് ചെയ്ത് ആ സാമ്പിൾ ഇല്ലേ, ഇനി അത് നമ്മൾ എന്തിലേക്ക് എടുക്കും, നമ്മളെ ഇംപ്രൂവൈസ്ഡ് ന്യൂബേൺസ് ചേംബർ ഇല്ലേ, ഇപ്പൊ എന്റത് ന്യൂബേൺസ് ചേംബറിലാണ്, അപ്പൊ അതിലേക്ക് എടുക്കും. എന്നിട്ട് നമ്മൾ മറ്റേ WBCയിലൊക്കെ ചെയ്ത പോലെ 20 മിനിറ്റ്സ് ഇൻക്യുബേറ്റ് ചെയ്യും, മൈക്രോസ്കോപ്പിലൂടെ നോക്കും, ഹൈ പവറിൽ 40x നോക്കും. എന്നിട്ട് നമ്മൾ WBC കൗണ്ട് ചെയ്ത കോളൊക്കെ അല്ലേ, ആ സെന്ററിൽ 5 കോളം 1 2 5 അതേപോലെ തന്നെയാണ് പ്ലേറ്റ്ലെറ്റ്സ് നമ്പർ ചെയ്യാം. ഇനി അവസാനത്തെ നമ്മൾ WBCക്കും RBCയും ചെയ്തപ്പോൾ ഒരു ഇക്വേഷൻ ഇല്ലേനോ, അതേപോലെ പ്ലേറ്റ്ലെറ്റിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പെർ മൈക്രോ ലിറ്റർ ഓഫ് ബ്ലഡ്. അപ്പോൾ ഒരു മൈക്രോ ലിറ്റർ ഓഫ് ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എത്ര പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ചെയ്തു. അപ്പൊ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എത്ര ചെയ്തു, എന്നിട്ട് എന്താക്കി, അതിനെ എന്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു,
10⁻9 ആണ്. അപ്പൊ 10⁹ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമ്പർ ഓഫ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പെർ മൈക്രോ ലിറ്റർ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, എത്ര നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ചെയ്തു ഇൻറ്റു 10⁹. ഇനി അതിൽ തന്നെ 1.5 to 50,000 വരെയാണ് കിട്ടിയിരുന്നെങ്കിൽ എന്താ പ്ലേറ്റ്ലെറ്റ് കൊണ്ട് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് കുറവാണ്, പക്ഷെ ബ്ലീഡിങ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഒരു 50,000-ന്റെയും 20,000-ന്റെ ഇടയിലുണ്ടാണെങ്കിൽ എന്താണ് ഒരു സർജറി കഴിഞ്ഞാൽ എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവാം. ഇനി ലെസ് ദാൻ 20,000 ആണെങ്കിൽ സ്പോണ്ടേനിയസ് ഹെമറേജ്, നമ്മളെ പെറ്റയ്ക്ക എക്കമൈസസ് ഒക്കെ ഉണ്ടാവുന്നത് ഇതിലാണ്. ഇപ്പോൾ 20,000-നേക്കാളും പ്ലേറ്റ്ലെറ്റ് കൊണ്ട് കുറയുമ്പോൾ. ഇനി 4 lakh ആണല്ലോ നമ്മൾ മാക്സിമം റേഞ്ച്. 1.5 to 4 അല്ല പ്ലേറ്റ്ലെറ്റിന്റെ നോർമൽ കൗണ്ട്. അപ്പൊ 4-നേക്കാൾ കൂടിയാൽ എപ്പോഴുണ്ടാവാം, ഒന്ന് പോളിസൈത്തീമിയ വരാം, പിന്നെ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയിലേക്കാണ് അത് ഉണ്ടാവാം. അപ്പോൾ മാനുവലി നമ്മൾ പ്ലേറ്റ്ലെറ്റിന്റെ നമ്പർ ഉപയോഗിക്കുന്നത് എന്താ, നമ്മൾ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ WBC ചെയ്യുന്ന പോലെ തന്നെ ന്യൂബൺ ചേമ്പർ ആണ്. 38% 1 ml അമോണിയം ഓക്സലേറ്റ് ടു ഡിസ്ട്രോയ് RBC. പിന്നെ എപ്പോഴും EDTA എടുത്ത ബ്ലഡേ ഉപയോഗിക്കുള്ളൂ, വീനസ് ബ്ലഡ് ഉപയോഗിക്കില്ല ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ അതിൽ മാനുവലി ഇത്രയേ ഉള്ളൂ. പിന്നെ ഓട്ടോമേറ്റഡ് ആതിര മാം പറഞ്ഞ പോലെ തന്നെ. പിന്നെ മോർഫോളജിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലഡ് സ്മിയർ ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം മോർഫോളജിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. റൂബി എന്താവൂലേ? ഇപ്പൊ ഉണ്ടാവും. ഞാൻ അടുത്ത ലിങ്ക്. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് സാച്ചുറേറ്റഡ് മതിയായിക്കണോ? സത്യത്തില് മടുത്തോ? കുഴപ്പമില്ല, നാളെ എന്തായാലും എക്സാം അല്ലേ. എന്തെങ്കിലും എന്തായാലും എന്താക്കിക്കോ.